ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ നോക്കിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അവറാണ് MCN 301. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് കണ്ടോ, നിങ്ങളുടെ അതായത് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കണ്ടോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന, അതായത് ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ്, നിങ്ങൾക്ക് കഴിഞ്ഞ സെമ്മിൽ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പോലെ തന്നെ ക്രെഡിറ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്കിലും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. പിന്നെ ഒത്തിരി കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ, എക്സാം എങ്ങനെയാണെന്നും അതെല്ലാം മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അറിയായിരിക്കുമല്ലോ, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി പറയണം, എൻ്റെ പേര് സ്മൃതി എന്നാണ്. നിങ്ങളുടെ ജൂനിയർ സ്റ്റാഫ് അഡ്വൈസർ ഞാനാണ്. ആര്യ മിസ്സാണ് നിങ്ങളുടെ സീനിയർ സ്റ്റാഫ് അഡ്വൈസർ. അത് കഴിഞ്ഞിട്ട് ജൂനിയർ സ്റ്റാഫ് അഡ്വൈസറായിട്ട് വരുന്നത് ഞാനാണ്. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ BTech 50-90 ബാച്ചായിരുന്നു. അതായത് K2ൻ്റെ ഫസ്റ്റ് ബാച്ച്. പഠിച്ചത് ഇവിടെ തന്നെ UKF തന്നെയാണ്. പിന്നെ MTech എടുത്തത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. അത് 90-21 ആണ്. ഇപ്പോൾ ഓഗസ്റ്റിൽ പാസ് ഔട്ടാണ് ഞാൻ. അപ്പോൾ അതും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇതൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽസ്. എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് എൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതായത് സബ്ജക്റ്റ് എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാമെന്നുള്ളതെന്നൊക്കെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ നമുക്ക് അതിനുശേഷം ഹോപ്പ്ഫുള്ളി നമുക്ക് നെക്സ്റ്റ് വീക്ക് മിക്കവാറും നിങ്ങൾക്ക് ഓഫ്ലൈൻ സെക്ഷൻസ് തന്നെ ആയിരിക്കും, ഓൺലൈൻ സെക്ഷൻസ് കാണത്തില്ല. അപ്പോൾ ഈ ഓൺലൈൻ സെക്ഷൻസിനേക്കാൾ ബെറ്റർ ഓഫ്ലൈനായിട്ട് എടുക്കുന്നത് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ ഐ തിങ്ക് ഈ വീക്കിൽ എനിക്ക് ഒരു അവറും കൂടെ ഉണ്ട്. അങ്ങനെ ആ ഒരു അവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സിലബസ് കണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ S4 കഴിഞ്ഞിട്ട് നിങ്ങൾ S5ലേക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഒരു സെമിസ്റ്റർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വരത്തില്ല. നിങ്ങളിപ്പോൾ S4 ഓൺലൈനിലൊക്കെ ആയി പഠിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് എക്സാം സമയത്ത് പഠിച്ചവരാണ് പലരും. അപ്പോൾ ആ എക്സാം സമയത്ത് പഠിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എക്സാം എഴുതിയപ്പം എന്തായാലും അറിഞ്ഞ് കാണും. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒട്ടും സമയമില്ലായിരുന്നു, അടുപ്പിച്ചായിരുന്നു എക്സാംസ് എല്ലാം വന്നത്. അപ്പോൾ മൊത്തവും കവർ ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നില്ലേ. അപ്പം S5ൽ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നിങ്ങൾ തുടക്കം തന്നെ കുറച്ച് മടി കൂടാതെ പഠിച്ച് പോകണം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് S5ൽ ഇപ്പോൾ ടെക്ക്, ആർട്സ്, സ്പോർട്സ് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒപ്പം പഠിത്തവും കൂടെ ഫ്രണ്ടിലോട്ട് പോകണം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ. ഒത്തിരി ഈവൻറ്റ്സ് ഒക്കെ വരുന്നത് ആക്ടിവിറ്റി പോയിൻറ്റ്സിന് വേണ്ടി മാത്രമല്ല, നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് S5ൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോറായിട്ടുള്ള പേപ്പേഴ്സ് വരുന്നത് DCSഉം, അതായത് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനുണ്ട്. അതുപോലെ SA1 എസ്സേയുടെ സീരീസിൻ്റെ തുടക്കം, അതായത് നിങ്ങൾ മോസ് പഠിച്ചാണ് അതൊക്കെ ചെറുത്. അത് കഴിഞ്ഞിട്ട് ഇനി SA1 ഉണ്ട്, SA2 ഉണ്ട്, SA3 ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. അപ്പം SA1 ഒക്കെ നന്നായിട്ട് നോക്കുക, പഠിച്ചു പോവുക. ടൈം അതിനൊക്കെ ഒത്തിരി നന്നായിട്ട് കൊടുത്തിട്ട് ആദ്യമേ പഠിച്ചു പോകുക കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും മൊഡ്യൂൾസ് എല്ലാം വരുന്നത്. ഇപ്പം ഒന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാതെ രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം അതൊക്കെ തുടക്കം തൊട്ടേ ഇങ്ങനെ പഠിച്ച് പോവാം. അപ്പോൾ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മുടെ മൊഡ്യൂൾ 1ൽ ടോപ്പിക്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബേസിക്കായിട്ട് സിസ്റ്റംസ് ഓഫ് എർത്ത്. അത് നിങ്ങൾ ചെറുതിലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അതിലോട്ട് കോർ ടെക്നിക്കൽ ടേംസിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. മെയിനായിട്ട് വരുന്ന കുറച്ച് ഡെഫിനിഷൻസ്. അപ്പം ഈ ഡെഫിനിഷൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ബാക്കി മോഡ്യൂൾസിലോട്ട് പഠിച്ച് പോകുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ അതിൽ തന്നെ വരുന്ന ഡിസാസ്റ്റർ എന്താണ്, ഹസാർഡ് എന്താണ്, ഇതൊക്കെ ഓരോരോ മൊഡ്യൂളിലായിട്ട് നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് 15 ബാച്ചുകാരും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് എലക്റ്റീവായിട്ടായിരുന്നു. ബട്ട് സിലബസ് ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസേ അല്ലായിരുന്നു അവർക്ക് കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, ഇപ്പോൾ അവർ എർത്ത് പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസാസ്റ്ററിനെ പറ്റിയായിരിക്കും ഒരു മൊഡ്യൂളിൽ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട്
ഒരു ഹയർ വേർഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് സിലബസ് ഇട്ടേക്കുന്നത്. എന്നാൽ വലിയ കുഴപ്പമില്ല, എളുപ്പത്തിൽ തന്നെ പഠിച്ചോളും. കുറച്ചുകൂടെ ലെങ്തി ആയിട്ടാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. മറ്റേത് ഒരു ഡിസാസ്റ്റർ മാനേജ് എലക്റ്റീവ് പേപ്പർ ആകുമ്പോൾ അറിയാലോ, കുറച്ചുകൂടെ സിമ്പിളായിരുന്നു നേരത്തെ. ഇത് പാടാണെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പം പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾ നോക്കിയായിരുന്നു നിങ്ങൾക്ക് തുടക്കം തന്നെ എന്താണ് സിസ്റ്റംസ് ഓഫ് എർത്തിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് സബ്ജക്റ്റിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ഇത് സിലബസിലുള്ളതല്ല കേട്ടോ, ഞാൻ സബ്ജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലേ, എന്താണ്, അതായത് ദുരന്ത നിവാരണം അല്ലേ, നിങ്ങൾ കേട്ട് കാണും. അപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്തൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഫ്ലഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുവാണ്. അതുപോലെ എവിടെയൊക്കെയാണ് ഇല്ലേ, നമുക്ക് അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഇരുന്നെങ്കിൽ നമുക്കിപ്പോൾ 10 വർഷം കൂടുമ്പോൾ ഒരു ഫ്ലഡ് വന്നാൽ നമുക്കിപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഓണവും ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്ന പോലെ ഫ്ലഡും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാമല്ലേ. നമുക്ക് മഴ കിട്ടുന്ന സമയത്താണെങ്കിൽ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും. എന്നാൽ ഇപ്പം നമ്മൾ 2 വർഷത്തിന് മുമ്പ് വലിയൊരു വരൾച്ച അനുഭവപ്പെട്ടായിരുന്നു അല്ലേ. ഒത്തിരി സ്ഥലങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ വന്നു അല്ലേ. അതായത് മഴയുള്ളപ്പോൾ ഫ്ലഡും, എന്നാൽ മഴയില്ലാത്തപ്പോൾ ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ മാറിപ്പോയി നമ്മൾ. അപ്പം ഇതുപോലുള്ള ദുരന്തങ്ങൾ, ഇപ്പം ഡ്രോട്ടായാലും ഫ്ലഡായാലും എല്ലാത്തിനെയും നമ്മൾ മാനേജ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ കമ്മിറ്റിയും അതുപോലെ ഏജൻസീസൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ഫീൽഡ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. ഈ പണ്ട് തൊട്ടേ ഈ ഡിസാസ്റ്റേഴ്സൊക്കെ ഒത്തിരി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹിസ്റ്ററീസിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പീഷ്യസിൻ്റെയൊക്കെ എക്സ്റ്റെൻഷൻസ് വരുന്നത് പോലെ, അതായത് നാച്ചുറലായിട്ട് വരുന്ന പോലെ അതിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലഡും അതുപോലെ അല്ലാതെ എന്തെങ്കിലും വാർ വരികയാണെങ്കിൽ പോലും അതൊക്കെ ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സാണ്. അതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം, ഡിസാസ്റ്റേഴ്സായിട്ട് പറയാം. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്, ഇത് നാച്ചുറലും ആവാം മാൻ മെയ്ഡും ആവാം അല്ലേ. മനുഷ്യരുണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സ് ആവാം, നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സ് ആവാം. അത് എന്ത് സംഭവിക്കുന്നു, ജസ്റ്റ് നമുക്കൊരു അപകടവും ദുരന്തവും തമ്മിലുള്ള വ്യത്യാസം എന്താ, നമുക്ക് ഈ അപകടത്തിന് ഒരു ചെറിയൊരു സ്കെയിലിലായിരിക്കും സംഭവിക്കുന്നത്. അത് പക്ഷേ ഇതേ അപകടം തന്നെ വലിയൊരു സ്കെയിലിൽ സംഭവിക്കുമ്പോഴാണ് നമ്മളതിന് ദുരന്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് വൈഡ് സ്പ്രെഡ് ഡാമേജ്, അതായത് ലൈഫിനും പ്രോപ്പർട്ടിക്കും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു ഡാമേജ് സംഭവിക്കുകയാണ്, നമ്മുടെ സൊസൈറ്റിയുടെ ബാലൻസ് തെറ്റുകയാണ്, അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു. അതിന് നമ്മൾ എന്തെന്ന് പറയും, ഡിസാസ്റ്റർ എന്ന് പറയും അല്ലേ. ചിലപ്പോൾ ഒരു സിംഗിളായിട്ട് ഒരൊറ്റ സമയത്ത് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇവൻ്റായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വൈൽഡ് ഫയറൊക്കെ വരികയാണെങ്കിൽ ഇത് സീരീസ് ആയിട്ടായിരിക്കും വരുന്നത്. ഫ്ലഡും അങ്ങനെ വരാറുണ്ട്. ഇപ്പം ചില സ്ഥലത്ത് ഇങ്ങനെ കയറിയിട്ട് മഴക്കെടുതിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര വെതറായിട്ട് നമ്മൾ സൈക്ലോൺസ് വരത്തില്ലേ അല്ലേ. അപ്പം അതൊക്കെ ഒരു സ്ഥലത്ത് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു സ്ഥലങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സീരീസ് ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരു സിംഗിളായിട്ടൊരു ഇതായിരിക്കാം. പക്ഷേ എങ്ങനെ ആയാലും എന്താവുന്നുണ്ട്, നമ്മുടെ ലൈവ്ലിഹുഡിന്, അതായത് അതിൻ്റെ ബാലൻസ് തെറ്റിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഒരു ഹസാർഡിനെ എന്തായിട്ട് നമ്മൾ പറയുന്നത്, ഡിസാസ്റ്ററായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എക്കോളജിയുടെ ബാലൻസ് തെറ്റി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമുക്ക് മാനേജ് ചെയ്താലേ പറ്റൂ. കാരണം അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫ്ലഡിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ, അതായത് പണ്ട് 10 വർഷം കൊണ്ട് വന്നുകൊണ്ടിരുന്ന സംഭവം ഇപ്പോൾ ഇല്ല ഓണവും ക്രിസ്മസും പോലെ വർഷം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എന്ത് തന്നെയാണ്, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറേ ടൈപ്പ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടല്ലേ, അതായത് നമുക്ക് ഫയർ ആവാം, പിന്നെ അല്ലാതെ നമുക്കിപ്പം മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നു അല്ലേ. അതായത് ഇപ്പം ജസ്റ്റ് ഇപ്പോൾ സീരിയസ് ആയിട്ട് വണ്ടികൾ നിങ്ങൾ കേട്ട് കാണും, അതായത് ചില ഫോറിൻ കൺട്രീസിലൊക്കെ ഒത്തിരി ഫോഗൊക്കെ വരുമ്പോൾ
ഒരു ട്രാഫിക്കിൽ സിഗ്നൽസ് കിടക്കുന്ന മൊത്തം വണ്ടികളും ഒരുമിച്ച് ഇങ്ങനെ ബാക്കിൽ ഇടിച്ചിടിച്ചിടിച്ച് പോകുന്നു. അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങളുണ്ടാകുന്നു. അതുപോലെ ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ ഒരു ബിൽഡിങ് കൊളാപ്സ് ആയിട്ട് പോകുന്നു, കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, അതൊരു ദുരന്തമായിട്ട് മാറാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാൻമെയ്ഡ് ഇതിൽ വരുന്നത്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ വരുന്നത്. അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ എർത്ത് ഫ്ലഡ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, സൈക്ലോൺസ്, സുനാമി, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, നമുക്ക് പണ്ടൊട്ടേ അറിയാവുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ് ഈ സ്പീഷീസിൻ്റെ എക്സ്റ്റൻഷനൊക്കെ, അതായത് ഡൈനോസേഴ്സിൻ്റെ എക്സ്റ്റൻഷൻ, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എന്ത് തന്നെയാണ്, ഡിസാസ്റ്റർ തന്നെയാണ്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് ഒരു വലിയൊരു അപകടം സംഭവിക്കുന്നത്, അതിൽ നിന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളതിനെ എന്തായിട്ട് പറയുന്നത്, ഡിസാസ്റ്ററായിട്ട് പറയുന്നത്. ഓക്കെ, പണ്ടോട്ടേ ഇത് കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അതായത് ഓരോ സ്ഥലങ്ങളിലും വന്ന കുറേ ഡിസാസ്റ്റേഴ്സ്. പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളും നമുക്ക് കുറേയൊക്കെ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഡിസാസ്റ്റേഴ്സ്. അത്രയും നമ്മൾ ടെക്നോളജി വളർന്നിട്ടില്ല. പക്ഷേ ടെക്നോളജിക്കൽ ടൂൾ കണ്ടിട്ട് കുറേയൊക്കെ അതിൻ്റെ നാശനഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലേ? ത്രൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ അതിൻ്റെ ഇപ്പം നമുക്കൊരു ഡിസാസ്റ്റർ നടന്നിട്ട് നമ്മളതിനെ ഓവർകം ചെയ്ത് വരുന്നു. ഓക്കെ, ദെൻ അതിന് കോപ്പപ്പ് ചെയ്ത് വരുന്നു. ദെൻ വീണ്ടും ആ പഴയ ബാലൻസ് അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ഒരു ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതുപോലെ ഇപ്പം ഒരു സൈക്ലോൺ വരുന്നതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സൈക്ലോൺ ഭൂമിയിലേക്ക് വീഴുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കുക. സുനാമി വരുന്നത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കുക. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് തന്നെയാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെയാണ്. അതുപോലെ അവിടുത്തെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നു, അവർക്ക് ഷെൽട്ടറും ഫുഡും വാട്ടറും ആവശ്യമുള്ള മെഡിക്കൽ കെയറും എല്ലാം കൊടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഈ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് തന്നെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് എർത്ത് വരുന്ന സ്ഥലങ്ങൾ, അതായത് എർത്ത് സോൺ ഏരിയാസ് ഉണ്ട്. നമ്മൾ സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എർത്ത് വരുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബിൽഡിങ്സ് കെട്ടുന്നു. ഓക്കെ, എർത്ത് റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ടൈപ്സ് ഓഫ് തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു ബ്രാഞ്ചസ് തന്നെയാണ്, അല്ലേ? സോ നമുക്ക് ഒത്തിരി ടൈപ്പ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ് ഉണ്ട്. ഇപ്പോൾ ഒരു നാച്ചുറൽ കം മാൻമെയ്ഡ് ഉണ്ട്. അതായത് രണ്ട് റീസൺസ് കൊണ്ടും നമുക്ക് ഉണ്ടാകുന്ന ഇതുണ്ട്. അതിന് നിങ്ങൾക്ക് ചിലപ്പം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ദുരന്തം. അതൊരു നാച്ചുറൽ കം ഡിസാസ്റ്റർ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് നമുക്ക് പറയാം. ആ ഷിപ്പ് എന്തിലിടിച്ചിട്ടാണ് ഉണ്ടായത്? നാച്ചുറലി ഉള്ളൊരു ഐസ്ബർഗിൽ ഇടിച്ചിട്ട് കൊളാപ്സായി. സോ അത് നമുക്ക് ഒരു നാച്ചുറൽ കം മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ ഡിസാസ്റ്റർ അതിൻ്റെ ഫ്രീക്വൻസി കൂടിയെന്നേ ഉള്ളൂ. അതായത് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് കൂടി, അടിക്കടി നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ മനുഷ്യൻ മാൻമെയ്ഡ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലൊന്നായിരുന്നു നമ്മുടെ വാറ്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന ഈ ഹിസ്റ്റോറിക് വാർ എന്ന് പറയുന്നത് വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു, അല്ലേ? കാരണം ഒത്തിരി ആൾക്കാരെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വാർ തന്നെ ആയിരുന്നു എന്തെന്ന് പറയുന്നത് പണ്ട് നടന്നുകൊണ്ടിരുന്നതൊക്കെ. സോ അതിലേറ്റവും നമ്മൾ വലിയൊരു വിക്ടറി എന്നും നമ്മൾ പറയുന്നു, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നു. പക്ഷേ എന്നാൽ പോലും വലിയൊരു ഡിസാസ്റ്റർ എന്നും പറയുന്ന ഒരു വാറുണ്ട്. അതായത് നമ്മുടെ കലിംഗ രാജ്യത്തെ, നിങ്ങൾ കേട്ട് കാണോ കഥ? ബുദ്ധൻ്റെ കഥ കേട്ട് കാണാൻ എല്ലാവരും ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലരൊക്കെ കേട്ട് കാണും. നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ചെറുതായിട്ട്. അതൊരു ഡിസാസ്റ്ററിന് എക്സാമ്പിളാണ് കേട്ടോ. അത് മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് എക്സാമ്പിളാണത്. അതായത് നമ്മുടെ പണ്ട് ഒരു കലിംഗ രാജ്യം എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അവിടുത്തെ അപ്പം ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൺട്രീസ് നമുക്ക് പറയാനില്ല, രണ്ട് എംപയർ. ഓക്കെ, അവർ യുദ്ധം നടന്നു. ആരൊക്കെയാണ്? മയൂര എംപയറും അതുപോലെ തന്നെ ഈ കലിംഗ രാജ്യത്തെ കിങ്ഡവും കൂടെ കലിംഗ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധമുണ്ടായി. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒഡീഷ, ആന്ധ്രാപ്രദേശ് റീജിയൻസിൽ അവിടെയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഓക്കെ, സോ അവരവരുടെ ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു. അതായത് കലിംഗ രാജ്യം പിടിച്ചടക്കി അവർക്കുള്ള
അവർക്ക് ഓൾറെഡി ഉള്ള സ്ഥലങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട്, വികസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഈ രണ്ട് കൂട്ടരും കൂടെ എന്തായി, അടിയായി. അപ്പം ആരാ ജയിച്ചേ? ഒരാൾ ജയിച്ചു ആ കൂട്ടത്തിൽ. ആരാ? മയൂരയുടെ റൂളർ. ഓക്കെ, മയൂര ആണല്ലോ കലിംഗ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധം തുടങ്ങി. സോ ആര് ജയിച്ചു? മയൂരയുടെ റൂളർ ജയിച്ചു. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ ജയാഘോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹമാണ് നമ്മുടെ ഗ്രേറ്റ് അശോക ചക്രവർത്തി എന്ന് നമ്മൾ പറയും. ഓക്കെ, ബുദ്ധിസത്തിൻ്റെ ഇത്. സോ അശോക ചക്രവർത്തി എന്ത് ചെയ്യാം, കലിംഗ രാജ്യം അതായത് പുള്ളിയുടെ കൺട്രി എക്സ്പാൻഡ് ചെയ്യണം. സോ ഹി ഫോട്ട് ഫോർ ഇറ്റ് അല്ലേ. കലിംഗ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് പുള്ളി യുദ്ധം ചെയ്ത് കലിംഗ രാജാവ് അവിടുത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ രാജാവുമായിട്ട് എന്ത് ചെയ്തു, പുള്ളി യുദ്ധം ചെയ്തിട്ട് യുദ്ധത്തിൽ പുള്ളി ജയിച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, കലിംഗ രാജാവിനോട് പറഞ്ഞു, നീ എനിക്ക് പൊസിഷൻ വിട്ട് തരണം, ഈ സ്ഥലം ഇനി തൊട്ട് എൻ്റെതാണ്, ഞാൻ മതി ഇവിടുത്തെ രാജാവ്, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. സോ അന്ന് കലിംഗ രാജ്യം വളരെ ഫേമസ് ആയിരുന്നു. സോ അന്ന് അങ്ങനെ, പക്ഷേ കലിംഗ രാജ്യത്തിലെ രാജാവ് സമ്മതിച്ചില്ല. കാരണം എന്താ, ഇല്ല ഞാൻ അങ്ങനെ വിട്ടുതരത്തില്ല, ഇത് ഓൾറെഡി എനിക്ക് പറഞ്ഞു വെച്ചിരുന്നൊരു പൊസിഷനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പൊസിഷനാണ്, അത് ഞാൻ എന്ത് ചെയ്യില്ല, വിട്ടുതരില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കലിംഗ രാജാവ് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ വീണ്ടും അടിയായിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഒത്തിരി സോൾജേഴ്സും ഒത്തിരി സിറ്റിസൺസും ഇറങ്ങി, ആ രാജ്യത്തെ ആൾക്കാർ മൊത്തം ഇറങ്ങി പരസ്പരം എന്തായി, തമ്മിൽ. അങ്ങനെ എന്ത് ചെയ്തു, കുറേ പേര് മരിച്ചു വീണു. അതായത് രണ്ട് സൈഡിൽ നിന്നും, ഇപ്പം കലിംഗയിലും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മയൂര എംപയറിൻ്റെ സോൾജേഴ്സും ഒത്തിരി പേര് മരിച്ചു വീണു. എന്നിട്ട് കംപ്ലീറ്റ്ലി കലിംഗ രാജ്യം നശിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അവരെ ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ട് നമ്മുടെ അശോക ചക്രവർത്തി, അതായത് മയൂരയുടെ റൂളർ അശോക ചക്രവർത്തിയാണ് ആ ഒരു എന്ത് ചെയ്തത്, വിക്ടറി ലാസ്റ്റ് പുള്ളിക്ക് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ പുള്ളി ഈ വിജയാഘോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. വിജയാഘോഷത്തിൽ നിന്നിട്ട് പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി കാണുന്നത് എന്താ, പുള്ളീനെ സപ്പോർട്ട് ചെയ്ത് നിന്നവർ, ഓക്കെ, പുള്ളിയുടെ സോൾജേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നു, മരിച്ചു കിടക്കുന്നു. അപ്പോൾ കുറേ അമ്മയും കുഞ്ഞുങ്ങളും നിന്ന് കരയുക. എന്തിനാ? കാരണം പുള്ളീനെ സപ്പോർട്ട് ചെയ്ത് നിന്നവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് എന്താ, അച്ഛനില്ലാണ്ടായി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, സംഭവിച്ചു. അപ്പം എന്താ, പുള്ളിയുടെ കയ്യിൽ വിക്ടറി ഉണ്ട്, പക്ഷേ അതുകൊണ്ട് എന്താ, പുള്ളി വലിയൊരു ദുരന്തം ഉണ്ടാക്കി വെച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്, ആ വിക്ടറി നേടിയെടുത്തത്. ഈവൻ പുള്ളി അതിനുശേഷം പുള്ളി ആ കിങ്ഡം വിട്ടു. അതിന് പിന്നെ രണ്ട് രാജ്യവും ഒരുമിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എന്ത് ചെയ്തു, ഇൻ ഹാർമണിയിൽ പോയി എന്നാണ് പറയുന്നത്. ഇതാണ് കഥ. ബട്ട് നമുക്ക് പക്ഷേ പുള്ളി എന്ത് ചെയ്തു, വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതല്ലേ. അപ്പോൾ രണ്ടു പേർക്കും അവരാദ്യമേ ഇതേ ഹാർമണിയിൽ പോകാനായിട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ലായിരുന്നു, സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പോയിന്. പക്ഷേ എന്ത് പറ്റി, അവർ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കി വെച്ചു. ഈ ഡിസാസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ട് വിക്ടറി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് വലിയൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററായിട്ട് വന്നു. സോ അവർ ആദ്യമേ ഹാർമണിയിൽ പോയിരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല അല്ലേ. പക്ഷേ ഈ അശോക ചക്രവർത്തിക്ക് അതെന്താ, പുള്ളിയുടെ യങ് ബ്ലഡിൽ പുള്ളിക്ക് തോന്നിയൊരു മണ്ടത്തരം എന്നേ നമുക്ക് ആ സമയത്ത് അത് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ദെൻ എന്ത് ചെയ്തു, റിയലൈസ് ചെയ്തതിന് ശേഷം പിന്നെ അത് ആവർത്തിച്ചില്ല. അപ്പോൾ നമുക്കും പുള്ളി അത് കണ്ട് ആ കാഴ്ചയിൽ എന്ത് ചെയ്തു, പുള്ളിക്കൊരു റിയലൈസേഷൻ വന്നു. ഇപ്പോൾ നമ്മളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു റിയലൈസേഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ചിലപ്പം ഒരു 2 വയസ്സ് ഇപ്പം പഠിക്കാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് കിട്ടി. എവിടെയെന്നെങ്കിലും എന്ത് ചെയ്തു, നമ്മളെന്തെങ്കിലും സെക്ഷൻസ് കാണാം കണ്ടിട്ട് വന്നിട്ട് കൗൺസിലിംഗ് ആണ് കണ്ടിട്ട് വന്ന് പിന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ത്വരയായിരിക്കും പഠിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ പിന്നെ അതങ്ങ് അണഞ്ഞു പോകും. അങ്ങനെ പാടില്ലല്ലോ. അപ്പം അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, ആ സെയിം ഹാർമണി ഫോളോ ചെയ്തിട്ടാണ് പോയിട്ടുള്ളതല്ലേ ബുദ്ധിസം. അങ്ങനെ അത് ഭയങ്കര നമ്മുടെ ഒരു വലിയൊരു ഡിസാസ്റ്റർ തന്നെയാണെന്ന് പറയാം. പക്ഷെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വാല്യൂസ് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ കലിംഗ രാജ്യത്തിൻ്റെ യുദ്ധം. നിങ്ങൾ പഠിച്ചു കാണുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസാസ്റ്റർ, ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു എക്കോളജിക്കൽ ഡിസാസ്റ്റർ. നമ്മൾ ഇൻ ഹാർമണിയിൽ പോകുന്നതും, അതായത് നമുക്ക് എപ്പോഴും ഒരു എക്കോളജിക്കൽ ബാലൻസ് വേണം അല്ലേ. അതായത് നമുക്ക് പ്രകൃതി ഉണ്ടെങ്കിലേ, ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. എല്ലാവരും ഇപ്പം നമ്മൾ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ എല്ലാവരും
എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. എല്ലാവരും ഉള്ളതുപോലെ നമുക്ക് എല്ലാവരും വേണം എങ്കിലേ ഒരു ക്ലാസ് ആവത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എക്കോളജിയിൽ എല്ലാ ഓരോ സ്പീഷീസും എന്ത് തന്നെയാണ് യൂസ്ഫുൾ ഉള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഒരെണ്ണം എക്സ്റ്റെൻഡ് ആയി പോയാൽ അത് ഒത്തിരി എക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സിലേക്ക് വഴി നടക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ എക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാൻമെയ്ഡും ഉണ്ട് നാച്ചുറലും ഉണ്ട്. പണ്ട് ചൈനയിൽ ഒരു റൂളർ ഉണ്ടായിരുന്നു. സോ അപ്പോൾ പുള്ളി ഒരു ക്യാമ്പയിൻ നടത്തി, അതായത് പെസ്റ്റ് എലിമിനേഷൻ ക്യാമ്പയിൻ എന്ന് പറയും. അതായത് റാറ്റ്സ്, മൊസ്കിറ്റോസ്, ഫ്ലൈസിൻ്റെ കൂടെ അതിനോടൊപ്പം തന്നെ സ്പാരോസ് ഇല്ലേ, കുരുവികൾ, അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊന്നെടുക്കാൻ തുടങ്ങി. കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഗ്രെയിൻസ്, ഫാമേഴ്സിൻ്റെ ഗ്രെയിൻസ് നശിപ്പിക്കുന്നു, കൃഷിയെല്ലാം നശിപ്പിക്കുന്നു. അതായിരുന്നു റീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ രാജാവ് ഉത്തരവിട്ടു, അവിടുത്തെ എന്ത് ചെയ്തു, കുരുവികളെയും എലികളെയും എല്ലാം നശിപ്പിക്കാനായിട്ട് ഉത്തരവിട്ടു. കാരണം എന്താ, ഗ്രെയിൻസ് നശിച്ചുകൊണ്ട് പോകുന്നു. അപ്പം അതിനെ എന്ത് ചെയ്തു, കാണുന്നതിനെല്ലാം കൊന്നൊടുക്കാനായിട്ട് രാജാവ് ഉത്തരവിട്ടു. അപ്പോൾ ഈ ഫാമേഴ്സ് എന്ത് ചെയ്തു എന്നോ, രാജാവിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ ഫാർമർമാരെന്ത് ചെയ്തു, വരുന്ന കുരുവികളെ ചെണ്ടയും ഡ്രംസൊക്കെ ഇട്ടിട്ട് ഓടിച്ചിട്ടു. അപ്പോൾ അതിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതിങ്ങനെ പറന്ന് എന്ത് ചെയ്തു, ലാസ്റ്റ് ഇങ്ങനെ എക്സോസ്റ്റൻ സംഭവിച്ചു, അത് മരിച്ചു. ഓക്കെ, സോ അതുപോലെ അവരുടെ നെസ്റ്റും ബേർഡ്സും എല്ലാം നശിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ലാസ്റ്റ് സ്പാരോസ് ഒരു റീജിയണിൽ എന്ത് ചെയ്യുന്നില്ല, ഇല്ലാണ്ടായി. സോ പക്ഷേ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അബദ്ധം മനസ്സിലായി തുടങ്ങിയത്. ഈ രാജാവ് പറയുന്നത് കേട്ട് ഇവർ സ്പാരോസിനെല്ലാം കൊന്നൊടുക്കി ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രെയിൻസ് നശിക്കാൻ തുടങ്ങി. കാരണം ഈ സ്പാരോസ് ഗ്രെയിൻസ് മാത്രമല്ല കഴിക്കുന്നത്, അതിൽ വന്നിരിക്കുന്ന ഇൻസെക്ട്സുകളുണ്ടായിരുന്നു, അതായത് ഗ്രെയിൻസിൽ വന്നിരിക്കുന്ന ഇൻസെക്ട്സുകളുണ്ടായിരുന്നു, അതിനെ എന്ത് ചെയ്തായിരുന്നു, അതിനെയും കഴിക്കുമായിരുന്നു. സോ അവിടെ എന്ത് ചെയ്തു, സ്പാരോസ് ഇല്ലാണ്ടായപ്പോൾ ഈ ഇൻസെക്ട്സ് കൂടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഗ്രെയിൻസ് നശിക്കാൻ തുടങ്ങി. സോ അതൊരു എക്കോളജിക്കൽ ഡിസാസ്റ്ററാണ്. ചൈനയിൽ സംഭവിച്ചതാണ് കേട്ടോ, അതൊരു എക്കോളജിക്കൽ ഡിസാസ്റ്ററാണ്. സോ ഈച്ച് ആൻഡ് എവറി സ്പീഷ്യസ് ഇൻ അവർ എക്കോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഒന്നില്ലെങ്കിൽ ഒന്ന് കാണില്ല എന്ന് പറയുന്നത് പോലെ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് എല്ലാം ഫ്രണ്ടിലോട്ട് പോകുന്നത്. സോ നമുക്ക് എല്ലാത്തിനും വേണം. സോ എല്ലാം ഒരു ഹാർമണിയിൽ പോയിട്ടേ കാര്യമുള്ളൂ അല്ലേ. സോ ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ, ഡിസാസ്റ്റർ മാനേജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്തു, നമ്മൾ കോപ്പപ്പ് ചെയ്ത് വരുന്നതിനല്ല ഡിസാസ്റ്റർ മാനേജ് എന്ന് പറയുന്നത്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ചില നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാൻ മെയ്ഡൊക്കെ ആക്സിഡൻ്റലായിട്ട് വരുന്നതാണ്, അതിന് നമുക്ക് ഒത്തിരി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും ഇന്നത്തെ ടെക്നോളജിയിൽ അല്ലേ. സോ അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് കുറച്ച് ഏജൻസീസാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ദുരന്ത നിവാരണ കമ്മിറ്റി, അത് ട്രിവാൻഡ്രത്താണ് അതോറിറ്റി. സോ ഇങ്ങനത്തെ കുറച്ച് ഏജൻസീസാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും. ഓക്കെ, ഇതുപോലെ വേൾഡിൽ ഏതൊക്കെ ഏജൻസീസാണോ ഉള്ളതെന്ന് നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഡെയിലി ടാസ്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇത് ഇന്ത്യയിലുള്ള ഏജൻസി മാത്രമാണ്. അതുപോലെ വേൾഡിൽ എന്തൊക്കെ ഏജൻസീസാണ് മൊത്തത്തിൽ നമ്മുടെ ഡിസാസ്റ്റേഴ്സിനെ പറ്റി പഠിക്കുന്നതും അവർക്ക് ഈ ഫണ്ടിങ്ങൊക്കെ കൊടുക്കുന്ന ആൾക്കാരില്ല, അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ സബ്ജക്റ്റ് ഒത്തിരി ഈസി ആയിട്ട് കാണരുത്, കാരണം നിങ്ങൾ പഠിച്ചാലേ ജയിക്കത്തുള്ളൂ. PAF ഉള്ളെങ്കിൽ പോലും സ്റ്റിൽ പിന്നെ പറയാൻ പറ്റില്ല, കയറ്റിയുണ്ട് ലാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് വന്നാലോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാം ഇല്ല എന്ന് പറഞ്ഞല്ലേ പഠിച്ചു തുടങ്ങി, എന്നിട്ട് ലാസ്റ്റ് ടൈം ടേബിൾ ഇട്ടപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്നല്ലേ വന്നേ. അതുപോലെ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലോ. സോ അതിന് എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് സിസ്റ്റംസ് ഓഫ് എർത്ത് തൊട്ടാണ് തുടങ്ങുന്നത്. ആ ടോപ്പിക്കിലേക്ക് കിടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് എനിക്ക് ലൈവ് സെക്ഷൻ എടുക്കണം എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം S7 ലൈവ് ഓഫ്ലൈനായിട്ട് ക്ലാസ് പോകുന്നത് കൊണ്ട് നമുക്ക് സ്ലോട്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മിസ്സുമാർക്ക് ടൈം ടേബിളിൽ എന്തെങ്കിലും കുറച്ച് പ്രശ്നം വരുന്നുണ്ട്, അതുകൊണ്ടാണ് റെക്കോർഡഡ് തരുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. ഞാൻ നിങ്ങളുടെ സിലബസിലേക്ക് കടന്നിട്ടില്ല.
ജസ്റ്റ് നിങ്ങളുടെ സിലബസിൽ ആദ്യമേ സിസ്റ്റംസ് ഓഫ് എർത്ത് പറഞ്ഞു പോകുന്നതുകൊണ്ട് സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തേത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് സിസ്റ്റത്തിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.